ഇതെന്തൊരു ശിവണ്ണ, അണ്ണൻ തന്നെ ആണോ ഞങ്ങളുടെ കുണുവാവയെക്കുറിച്ച് ഈ വേണ്ടാതീനം പറയുന്നത്? അണ്ണൻ തന്നെയല്ലേ പറഞ്ഞത് ഈ ചെറുപ്രായത്തിൽ ഇത്രയും മിടുക്കിയായിട്ടുള്ള ഒരു മേറൂറ്റിയെ കണ്ടിട്ടില്ല എന്നും ന്യൂയോർക്കിലെ മേയർ പോലും അവരെ ആരാധിക്കുകയാണെന്നും അവരെ വീണ്ടും കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാഞ്ഞത് നിയമസഭയ്ക്ക് അവരെ ആവശ്യമുള്ളത് കൊണ്ടാണെന്നും കൂടി അണ്ണൻ പറഞ്ഞു. സത്യം പറയണ്ണ, പാമ്പപ്പൻ സഹാവിൻ്റെയും അണ്ണൻ്റെ തന്നെയും ബിനാമിയാണ് അവരെന്നും ഒരു കരക്കമ്പി ഉണ്ടല്ലോ അണ്ണാ. ഈ പൊങ്കാല നടക്കാത്ത കോവിഡ് സമയത്തും പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയെന്നും കേൾക്കുന്നു. അതെന്തായാലും അവരൊറ്റയ്ക്കല്ല, അതിന് തക്ക ബുദ്ധിയൊന്നും അവർക്ക് ഉണ്ടാവുന്നെന്ന് തോന്നുന്നില്ല. പക്ഷേ അണ്ണാ, ഈ മുതലൊന്നും മാത്രമല്ല, ഇനിയും കുറേ മുതലുകൾ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. നവീൻ ബാബുവിനെ തീർത്ത പമ്പിടാകിനി, ആന്തൂരിലെ സാജനെ തീർത്തു കൊടുത്ത ആന്തൂർ ഡാകിനി, പിന്നെ ഈ പാർട്ടിയെ വെന്റിലേറ്ററിലാക്കിയ ദാസപ്പൻ രാജാവിൻ്റെ തേരാളി എന്നറിയപ്പെടുന്ന രാകേഷ് അണ്ണൻ, ഇവരൊക്കെ നിസ്തുലമായ സംഭാവനകൾ നൽകിയവരാണ്. വഴിക്കടവിൽ നിന്ന് കൊടുംചൂട് സമയത്ത് ഏപ്രിൽ മാസത്തിൽ 20 മണിക്കൂറോളം KSRTC ബസ് ഓടിച്ചു വന്ന ഒരു പാവൻ ഡ്രൈവറെ പട്ടത്ത് വെച്ച് റോഡിൻ്റെ നടുക്ക് ബസ്സിൻ്റെ മുൻപിൽ കാറ് വട്ടമിട്ടുകൊണ്ട് പട്ടി ഷോ കാണിച്ച മേറൂട്ടിയും ഭർത്താവ് കോവാലിനും കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്കെതിരെ ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയില്ല. പകരം അയാളെ ക്രൂശിക്കുകയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എത്രയോ കേസുകൾ അയാളുടെ തലയിൽ ചാർത്തി കൊടുത്തു. നിങ്ങളെല്ലാം ന്യായീകരിക്കുകയും വെളുപ്പിച്ചെടുക്കുകയും ചെയ്തു, ഗണേശകുമാരൻ ഉൾപ്പെടെ. എന്തായാലും മേറൂട്ടി മൂലം നിങ്ങൾ മാത്രമല്ല തോറ്റത്, അത് അവരുടെ ഭർത്താവ് ഗോപാലിനെ ജനം വീട്ടിലിരുത്തി. ഇപ്പം മനസ്സിലായല്ലോ അണ്ണ, ആനപ്പുറത്ത് നിന്ന് ഒരിക്കൽ താഴെ ഇറങ്ങേണ്ടി വരുമെന്ന് നിങ്ങളൊക്കെ കരുതി. ആനപ്പുറത്ത് ഒരിക്കൽ കയറിയാൽ പിന്നെ ഒരിക്കലും താഴെ ഇറങ്ങേണ്ടി വരില്ലെന്ന്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ലണ്ണ. എന്നാൽ അൽസലാം.